അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ കരീമിൽ മന്നാൻ അൽ അസീസിർ റഹ്മാൻ അല്ലദീ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസലൽ ഖുർആന ഫീ ശഹ്രി റമളാൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദകറ ഫീ സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹ്ഹറ ബിഐദി സഫറ കിരാമിൻ ബററ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر كلا كلا لما يقضي ما أمر. صدق الله العلي العظيم. ബഹുമാന്യനായ അധ്യക്ഷ സുഹൃത്തെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിരറ്റ സന്തോഷത്തോടുകൂടി, അങ്ങേയറ്റത്തെ വികാര വായ്പോടുകൂടിയാണ് ഈ സദസ്സിനെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഈ സദസ്സിൽ സന്നിഹിതനാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യരോടൊപ്പമാണ് ഞാനുള്ളത് എന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരായ മനുഷ്യരോടൊപ്പമാണ് ഞാൻ സമയം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നു. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുന്നു. ഈ സദസ്സ് അനുഗ്രഹീതമായ ഒരു സദസ്സാണ്. ഈ സദസ്സിന് അല്ലാഹുവിൻ്റെ എല്ലാ കാരുണ്യവും വർഷിക്കുമാറാകട്ടെ. ഈ സദസ്സിലുള്ള നമ്മുടെ പങ്കാളിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലായി സ്വീകരിക്കുകയും ധാരാളമായി പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ലോകത്ത് മനുഷ്യചരിത്രത്തിൽ
ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി മനസ്സിലാക്കപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. ആധുനിക ചരിത്രകാരന്മാർ ഈ വസ്തുത അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കപ്പെടുന്നത് എന്ന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള മൈക്കിൾ എച്ച് ഹട്ട് എന്ന ചരിത്ര പണ്ഡിതൻ വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ചരിത്രത്തിൽ അജ്ഞതയുടെ ഒരു കാലഘട്ടത്തിൽ നിരക്ഷരരായ ഒരു ജനതയെ, നിരക്ഷരരായ ഒരു പ്രവാചകൻ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിച്ചു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഉടമകളാക്കി മാറ്റി എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നടത്തിയിട്ടുള്ള പരിവർത്തനം. മറ്റേതു പരിഷ്കർത്താക്കളെയും എടുത്തു പരിശോധിച്ചാൽ ആ പരിഷ്കർത്താക്കളെല്ലാം തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലാണ് അവരുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തി വിജയിപ്പിച്ചതെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിഷ്കരണങ്ങൾ നടത്തുക മാത്രമല്ല, ഏറ്റവും അധസ്ഥിതമായ ഒരു സമൂഹത്തെ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഉച്ചിയിലെത്തിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ള ദൗത്യം. ഇത്രയും സമൂലമായ ഒരു പരിവർത്തനത്തിന് പ്രവാചകന് സഹായമേകിയ കാര്യങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് നാം പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വിശുദ്ധ ഖുർആനിൻ്റെ ചില സമീപനങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകുവാൻ സഹായിച്ചത്. അതിൽ ഒന്നാമത്തെ സമീപനം ദൈവത്തിൻ്റെ ഏകത്വം എന്നുള്ള ഒരാശയം തന്നെയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ മൗലികമായ സന്ദേശവും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരു ഇലാഹുമില്ല എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ശക്തമായി അടിവരയിട്ട് മനുഷ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത്. പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ അനേകായിരം ദൈവങ്ങളെ പൂജിച്ചുകൊണ്ടിരുന്നു അറേബ്യയിലെ ജനത. ഓരോ പട്ടണത്തിലും ഓരോ ദൈവം, ഓരോ ഗ്രാമത്തിലും ഓരോ ദൈവം, ഓരോ മലമുകളിലും ഓരോ ദൈവം, ഓരോ താഴ്വരയിലും ഓരോ ദൈവം, ഓരോ ആവശ്യത്തിനും ഓരോ ദൈവം. മഴക്കൊരു ദൈവം, വെയിലിനൊരു ദൈവം, സമ്പത്തിന് മൂന്നാമത്തൊരു ദൈവം, സന്താനലബ്ധിക്ക് പിന്നെയും ദൈവം. ദൈവങ്ങളുടെ മഹാപരമ്പരകൾ തന്നെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് പറഞ്ഞത് ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങൾക്ക് ഏകനായ ഒരു ഇലാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായിട്ടാണ് ഈ സന്ദേശം ജനങ്ങളെ അറിയിച്ചത്. ആളുകൾ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത ദൈവങ്ങളെ പൂജിക്കുന്നു, വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ളവർ വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിക്കുന്നു. വിശുദ്ധ കഅബയിൽ തന്നെ 360 ദൈവങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്നു. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഈ സകല ദൈവങ്ങളെയും മുഹമ്മദ് ഒരൊറ്റ ദൈവമാക്കി മാറ്റുകയാണോ ചെയ്യുന്നത് എന്ന് അവർ അത്ഭുതം കൂറി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉറച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തിരിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാം. നീ പറയുന്ന അള്ളാഹുവിനെ ആരാധിക്കാം. നീ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ ചിലപ്പോഴെങ്കിലും ആരാധിക്ക്. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ, പൊതുവായ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്ക്, ഞങ്ങൾ നിന്റെ ദൈവത്തെയും ആരാധിക്കാം എന്നവർ പറഞ്ഞു. പക്ഷേ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാധ്യമല്ല, സാധ്യമല്ല ഖുറൈശികളെ, സാധ്യമല്ല. നിങ്ങൾ എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധ്യമല്ല. അവർ പറഞ്ഞു, മുഹമ്മദേ, നിനക്കെന്താണ് വേണ്ടത്? ജസീറത്തുൽ അറബിന്റെ അധികാരമാണോ വേണ്ടത്? എങ്കിൽ ഞങ്ങളുടെ രാജാവായി നിന്നെ വാഴിക്കാം. ഞങ്ങളുടെ മാത്രമല്ല, ജസീറത്തുൽ അറബിന്റെ മുഴുവൻ രാജാവ്. നിനക്ക് സൗന്ദര്യമാണോ വേണ്ടത്? ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും സുന്ദരിയായ പെൺകുട്ടികളെ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ ഹാജരാക്കാം. നിനക്ക് സമ്പത്താണോ വേണ്ടത്? എങ്കിൽ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കൂമ്പാരമായി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചെരിയാം. നിനക്കെന്താണ് വേണ്ടത്? ഈ ഏകദൈവത്വം എന്ന ഷാഠ്യത്തിൽ നിന്ന് നീ പിന്തിരിയാൻ നിനക്കെന്താണ് വേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു, സാധ്യമല്ല ഖുറൈശികളെ, സാധ്യമല്ല. തിരുമേനി ഒന്നുകൂടി പറഞ്ഞു, എൻ്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ചു തന്നാൽ പോലും എൻ്റെ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാൻ സാധ്യമല്ല. ഇത് സത്യത്തിൻ്റെ പ്രശ്നമാണ്, ഇത് ധർമ്മത്തിൻ്റെ പ്രശ്നമാണ്, ഇത് നീതിയുടെ പ്രശ്നമാണ്, ഇത് എനിക്ക് വെളിപ്പെട്ടിട്ടുള്ള സത്യത്തിൻ്റെ ഹക്കിൻ്റെ പ്രശ്നമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ഇത്രയും ശക്തമായി ഏകദൈവ വിശ്വാസത്തെ ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് ഏകമാനവികത എന്ന ഒരാശയത്തെ കൂടി പ്രചരിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. ഏകദൈവ വിശ്വാസത്തെ ഊന്നിപ്പറയുമ്പോഴാണ് മനുഷ്യ സമൂഹത്തിൻ്റെ ഏകത്വം എന്ന ആശയവും കൂടി ജനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. വ്യത്യസ്ത ഗ്രാമങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, വ്യത്യസ്ത പട്ടണങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, വ്യത്യസ്ത ജാതികളിലും ഉപജാതികളിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെ ആരാധിക്കുന്നുവെങ്കിൽ മനുഷ്യ സമൂഹത്തെ ഏകീകരിക്കുവാൻ സാധ്യമല്ല. മനുഷ്യ സമൂഹത്തെ ഏകീകരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം മനുഷ്യ സമൂഹം വിശ്വസിക്കുന്ന ഏകനായ ഈശ്വരനിലേക്ക്, ഏകനായ അല്ലാഹുവിലേക്ക് മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏകദൈവ വിശ്വാസത്തെ ഊന്നിപ്പറയുമ്പോൾ ഏകമാനവികത എന്ന ആശയത്തെ കൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെയും ഏകമാനവികതയുടെയും പ്രബോധകൻ എന്നുള്ള നിലക്ക്, പ്രചാരകൻ എന്നുള്ള നിലക്ക് ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരെയും ഏകോദര സഹോദരനായി കാണുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് കഴിഞ്ഞു. ലോകത്തിൻ്റെ ഒരു ഭൂപ്രദേശവും പ്രവാചകനും പ്രവാചകന്റെ അനുയായികൾക്കും അന്യമായിരുന്നില്ല. കാരണം എല്ലാവരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങൾ എന്നുള്ള നിലയിലും ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികൾ എന്നുള്ള നിലയും ഒന്നാണെന്നും സമന്മാരാണെന്നുമുള്ള കാഴ്ചപ്പാട് ഇസ്ലാമിക സമൂഹം ഉൾക്കൊണ്ടു. ഈ കാഴ്ചപ്പാടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനും അവിടങ്ങളിലെല്ലാം തന്നെ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാനും അവർക്ക് പ്രചോദനമേൽകിയത്.
വിശുദ്ധ ഖുർആനിന്റെ മൗലികമായ സന്ദേശം ഏകദൈവ വിശ്വാസമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ വിജ്ഞാനത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യമായിരുന്നു ഖുർആനിന്റെ രണ്ടാമത്തെ സവിശേഷത. ഉമ്മിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹവും ഉമ്മിയുകളുടെ സമൂഹമായിരുന്നു, നിരക്ഷരരുടെ സമൂഹം. ആദ്യമായി ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക, നിന്റെ നാഥന്റെ പേരിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. ഒരു റിപ്പോർട്ട് ശരിയാണെങ്കിൽ രണ്ടാമതായി അവതരിപ്പിക്കപ്പെടുന്നത് പേനയെ കുറിച്ചാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. പേനയെ കുറിച്ച്, ആദ്യം വായനയെക്കുറിച്ച് പിന്നെ പേനയെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥം ആണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളും അവസാനിക്കുന്നത് അഫലാ തഅഖിലൂൻ അഫലാ തശ്ഉറൂൻ അഫലാ തതഫക്കറൂൻ അഫലാ തഅലമൂൻ. നിങ്ങൾ അറിയുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾക്ക് ബോധമില്ലേ, നിങ്ങൾ പര്യവേക്ഷണം നടത്തുന്നില്ലേ, നിങ്ങൾ ഗവേഷണം നടത്തുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യന്റെ മസ്തിഷ്കങ്ങളിൽ പ്രഹരമേൽപ്പിച്ച് അവനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളും അവസാനിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഒരാൾ വായിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചിന്തിക്കാതിരിക്കുകയില്ല. കാരണം വിശുദ്ധ ഖുർആനിലെ ഓരോ വചനവും ഓരോ വാക്കും മനുഷ്യനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ച് തല കീഴ്പോട്ടാക്കി ഒട്ടകത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമീണനായ അറബിയോട് പറയുകയാണ്, അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. നോക്കുന്നില്ലേ ഈ ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന്? തല ഉയർത്തി നോക്കുന്നില്ലേ ആകാശം എങ്ങനെയാണ് അവിടെ ഉയർന്നു നിൽക്കുന്നതെന്ന്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നില്ലേ പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടപ്പെട്ടതുപോലെ കാണപ്പെടുന്നതെന്ന്? ഭൂമിയിലേക്ക് ഒന്നുകൂടി തല താഴ്ത്തി നോക്കുന്നില്ലേ ഭൂമി എങ്ങനെയാണ് പരന്നു കാണപ്പെടുന്നതെന്ന്? ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് തല താഴ്ത്തിപ്പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രാമീണനായ അറബിയുടെ മസ്തിഷ്കത്തിൽ സ്പർശിച്ചുകൊണ്ട് അയാളെ പ്രചോദിപ്പിച്ചുകൊണ്ട് നാലു ഭാഗത്തേക്കും നോക്കാൻ ആവശ്യപ്പെടുകയാണ്, ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ ഗ്രാമീണനായ അറബി തല ഉയർത്തിപ്പിടിച്ച് ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ വായിച്ചെടുത്തുകൊണ്ട് പറയുകയാണ്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. പടച്ചവനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ആകാശത്ത് ഞാൻ കാണുന്ന നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഇവയൊന്നും തന്നെ വെറുതെ നീ സൃഷ്ടിച്ചതല്ല. എനിക്ക് ചുറ്റും കാണപ്പെടുന്ന സസ്യലതാദികൾ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. പക്ഷിമൃഗാദികളെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. വായുവും വെള്ളവും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. പർവ്വതങ്ങളും നദികളും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. പച്ചപ്പുല്ലുകളും ഉണങ്ങിയ മലമ്പ്രദേശങ്ങളും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഇതിലെ ഓരോ വസ്തുവിനും ഉപയോഗമുണ്ട്, ഇതിലെ ഓരോ കണികക്കും ഉപയോഗമുണ്ട്, ഓരോ സൂക്ഷ്മജീവിക്കും എന്തെങ്കിലും ഫലങ്ങളുണ്ട്. നീ വെറുതെ സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് ഓരോ വസ്തുവിനെയും കുറിച്ച് പഠിക്കണം. ഓരോ വസ്തുവും എന്തുപകാരം ചെയ്യുന്നു എന്ന് കണ്ടെത്തണം. വർദ്ധിച്ചു വരുന്ന നാഗരികതയിൽ, വർദ്ധിച്ചു വരുന്ന മാനവിക സംസ്കാരത്തിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് ചരാചരത്തിനും എന്തെങ്കിലും ഒന്ന് ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടെത്തണം. ഗവേഷണം നടക്കണം, പഠിക്കണം.
അങ്ങനെ നാഗരികതയെ, സാങ്കേതിക സൗകര്യങ്ങളെ വികസിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തിന് നൽകുകയാണ് ചെയ്തത്. വിജ്ഞാനത്തിന് നൽകിയിട്ടുള്ള പ്രേരണയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ രണ്ടാമത്തെ ശക്തി എന്ന് നാം മനസ്സിലാക്കണം. ആ ശക്തിയാണ് ജാഹിലിയ പീരീഡിലുള്ള ജാഹിലിയ സമൂഹത്തെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഉച്ചയിലെത്തിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ വിശുദ്ധ ഖുർആൻ ഇന്ന് മനുഷ്യ സമൂഹം അവഗണിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ വാഹകരായിട്ടുള്ള മുസ്ലിം സമൂഹം തന്നെ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു എന്നതാണ് അവരുടെ പതനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ വിശുദ്ധ ഖുർആൻ റമദാൻ അല്ലാത്ത കാലത്ത് പാരായണം ചെയ്യുന്നത് ഉചിതമല്ല എന്ന് വിചാരിക്കുന്ന സമൂഹങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. റമദാനിൽ മാത്രമേ അതെടുക്കാവൂ എന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ടായി. വിശുദ്ധ ഖുർആനുമായി ഒരു അകലം കാത്തു സൂക്ഷിച്ചിരുന്നു. അതിനെ ബഹുമാനിച്ച് ദൂരെ ഉയർത്തി വച്ചിരുന്നു. ദാലിക്കൽ കിതാബ്, ആ ഗ്രന്ഥം, ഈ ഗ്രന്ഥമല്ല, ആ ഗ്രന്ഥം ദൂരെയായിരുന്നു. അത് നല്ല ശീലയിലാക്കി പൊതിഞ്ഞ് കെട്ടി അട്ടത്തവിടെ വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതവിടെ നിന്ന് എടുക്കാൻ പാടില്ല. എടുത്താലും അത് തുറന്നു നോക്കാൻ പാടില്ല. തുറന്നു നോക്കിയാലും അത് വായിക്കാൻ പാടില്ല. വായിച്ചാലും അർത്ഥം മനസ്സിലാക്കാൻ പാടില്ല. അർത്ഥം മനസ്സിലാക്കിയാലും അത് പറയാൻ പാടില്ല. ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനും പാടില്ല എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് മുസ്ലിം സമൂഹം ചെയ്തിരുന്നത്. എന്നാൽ ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജന്മമെടുത്തു. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജന്മമെടുത്തുവെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിനോട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ സമീപനം മാറ്റിയെടുക്കുവാനുള്ള കഠിനമായ പരിശ്രമങ്ങൾ അവർ നടത്തി. അവർ ലോകത്തോട് പറഞ്ഞു, അല്ലാഹു റബ്ബുന, അല്ലാഹു റബ്ബുന, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, വ മുഹമ്മദുൻ സഈമുന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങളുടെ നേതാവ്, വൽ ഖുർആനു ദസ്തൂറുന, വൽ ഖുർആനു ദസ്തൂറുന, ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന, വൽ ജിഹാദു സബീലിന, സബീലുന, ജിഹാദാണ് ഞങ്ങളുടെ മാർഗം, വൽ മൗതു ഫീ സബീലില്ലാഹി അഹ്ലാ അമാനീന, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണമാണ് ഞങ്ങളുടെ ഏറ്റവും മധുരമായ സ്വപ്നം, വൽ ഖുർആനു ദസ്തൂറുന, ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക സമൂഹവുമായി അടുപ്പിച്ചു. ഇസ്ലാമിക സമൂഹത്തെ വിശുദ്ധ ഖുർആനുമായി ഈ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അടുപ്പിച്ചു. മലയാളികൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ സാർവത്രികമാക്കുന്നതിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചെറിയ പങ്കൊന്നുമല്ല വഹിച്ചിരുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, സാമാന്യ ജനത്തിന് വിശുദ്ധ ഖുർആന് അർത്ഥമുണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ ഗ്രാമങ്ങളിലേക്ക് കയറി ചെന്നു. ഗ്രാമങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അവിടെ ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഖുർആൻ ക്ലാസുകൾ എന്ന് പറഞ്ഞാൽ മനോഹരമായ ക്ലാസുകൾ. ആദ്യം ഈണത്തിലും ശ്രുതിമധുരമായ സ്വഭാവത്തിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ നേർക്കുനേരെയുള്ള മലയാള അർത്ഥം പറയുന്നു. അർത്ഥം പറഞ്ഞതിന് ശേഷം ആ ആയത്തുകളുടെ വിശദീകരണം പഠിപ്പിക്കുന്നു. വിശദീകരണത്തിന് ശേഷം ആനുകാലിക സംഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ ഖുർആൻ സന്ദേശം, ഖുർആൻ ക്ലാസുകൾ
ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആണ്ടിറങ്ങി. മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ, മുസ്ലിം സമൂഹത്തെ നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുവാൻ വിശുദ്ധ ഖുർആനല്ലാത്ത ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് അറേബ്യൻ ജനത നന്നായിട്ടുള്ളതെങ്കിൽ ആ ഖുർആൻ കൊണ്ട് മാത്രമേ 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിങ്ങളും നന്നാവുകയുള്ളൂ എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കന്മാർ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളുമായി, ഖുർആൻ ക്ലാസുകളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. പക്ഷേ യാഥാസ്ഥിതികരായ ആളുകൾ രൂക്ഷമായ വിമർശനങ്ങളാണ് ഖുർആൻ ക്ലാസുകൾക്ക് നേരെ അഴിച്ചുവിട്ടത്. ഖുർആൻ ഇതാ ക്ലാസ്സിലാക്കുന്നു എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇവർ ഖുർആൻ ക്ലാസ്സിലാക്കുകയാണ്. അങ്ങനെ ഖുർആൻ ഗ്ലാസ് അല്ല, ഖുർആൻ ക്ലാസ്സാണ് എന്ന് പിന്നീടാണ് ആളുകൾക്ക് മനസ്സിലായത്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇങ്ങനെയുള്ള ഖുർആൻ ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നീടാണ് ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അഭ്യസ്തവിദ്യരായ ധാരാളം ചെറുപ്പക്കാർ മുസ്ലിം സമൂഹത്തിൽ ജന്മം കൊണ്ടു. അവർ പ്രാഥമിക ക്ലാസുകളിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ രക്ഷിതാക്കൾക്ക് ഖുർആൻ ആഴത്തിൽ മക്കളെ പഠിപ്പിക്കണം എന്ന ബോധമുണ്ടായിരുന്നില്ല. 3-ാം ക്ലാസ് വരെയോ 5-ാം ക്ലാസ് വരെയോ ചിലപ്പോൾ 7-ാം ക്ലാസ് വരെയോ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥത്തിലേക്കോ വിശദീകരണത്തിലേക്കോ കടക്കുവാൻ അവർക്ക് അവസരമുണ്ടായിരുന്നില്ല. ചില ഭൗതിക സ്വഭാവമുള്ള രക്ഷിതാക്കൾ മക്കൾക്ക് തീരെയും മദ്രസാ വിദ്യാഭ്യാസം നൽകിയതുമില്ല. ഏതെങ്കിലും ഓത്തുപള്ളിയിൽ 1-2 വർഷം മാത്രമാണ് കുട്ടികളെ അയച്ചത്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചം സാർവത്രികമായപ്പോൾ, ഖുർആൻ മനുഷ്യ സഞ്ചയത്തിന് ആവേശം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അഭ്യസ്തവിദ്യരായ മധ്യവയസ്കരുൾപ്പെടെയുള്ള ആളുകൾ വിചാരിച്ചു, ഞങ്ങൾക്കും വേണം ഖുർആനിലേക്ക് ഒരു ആക്സസ്. ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നേരിട്ടുള്ള ഒരു അവകാശവും അർഹതയും ഞങ്ങൾക്കുമുണ്ട്. അങ്ങനെയാണ് ഖുർആൻ സ്റ്റഡി സെന്ററുകൾ എന്ന പേരിൽ വ്യവസ്ഥാപിതമായി ഖുർആൻ പഠിപ്പിക്കുന്ന പദ്ധതികൾ കേരളത്തിലുടനീളം ജന്മമെടുത്തത്. ആഴ്ചയിൽ നിങ്ങൾ 2 മണിക്കൂർ ചെലവഴിക്കൂ, എന്നാൽ ദീർഘമായ ഒരു സമയമെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് വ്യവസ്ഥാപിതമായി പഠിക്കാം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം പൂർത്തിയാകുന്നതോടുകൂടി അറബി ഭാഷയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം നേടാം. അറബി ഭാഷ ആരെങ്കിലും നേർക്കുനേരെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുമാറ്, ഇമാം മുന്നിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുമാറ് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നിങ്ങൾക്ക് ശക്തിപ്പെടുത്തിയെടുക്കാം എന്ന വാഗ്ദാനവുമായിട്ടാണ് ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന പദ്ധതി രംഗത്തു വന്നത്. കേരളത്തിൽ അത്തരത്തിലുള്ളൊരു പദ്ധതി ആരംഭിച്ച ഉടൻ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും മലയാളികളായ സുഹൃത്തുക്കളുടെ ഇടയിൽ ആ പദ്ധതി തുടങ്ങി. ഇപ്പോൾ 10-12 വർഷമായി UAE-യിലും ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു. ധാരാളക്കണക്കിന് ചെറുപ്പക്കാർക്ക്, മധ്യവയസ്കരായ ആളുകൾക്ക്, അഭ്യസ്തവിദ്യരായ എന്നാൽ ചെറുപ്പത്തിൽ ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ എന്ന ഒരു ചാനൽ തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഒരു വെളിച്ചം തുറന്നു കിട്ടിയിരിക്കുകയാണ്. ആ വെളിച്ചം തുറന്നു കിട്ടുമ്പോഴാണ് എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കുന്നത്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ചെറുപ്പം മുതൽ തന്നെ മദ്രസകളിൽ ധാരാളം പഠിക്കുകയും അറബിക് കോളേജുകളിലും ഇസ്ലാമിയ കോളേജുകളിലും പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തവരെക്കാൾ കൂടുതൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും നിയമവിദഗ്ധരും പ്രൊഫഷണലുകളും
ബ്യൂറോക്രാറ്റുകളും ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ഖുർആനിൻ്റെ ഈ വാതിൽ തുറന്നു കിട്ടിയപ്പോൾ, ഖുർആനിൻ്റെ ഈ പ്രകാശം അവരിലേക്ക് വന്നെത്തിയപ്പോൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. വലിയ ദാഹത്തോടുകൂടി, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ അവർ വാരിപ്പുണരുന്നത്. അൽഹംദുലില്ലാഹ്, അവർക്ക് കൂടുതൽ വെളിച്ചവും കൂടുതൽ ആവേശവും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ? വിശുദ്ധ ഖുർആൻ സകല വിജ്ഞാനീയങ്ങളുടെയും ആമുഖമാണ്. നിങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട, ലോകവുമായി ബന്ധപ്പെട്ട ഏത് വിജ്ഞാനം നേടിയെടുക്കുന്നതിന് മുമ്പും നിങ്ങൾക്ക് ഖുർആൻ വായിക്കാം. ഏത് വിജ്ഞാനത്തിൻ്റെയും ഒരാമുഖമായി നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾക്ക് ഏത് വിജ്ഞാനത്തിലേക്കും പ്രവേശിക്കാം. കാരണം വിശുദ്ധ ഖുർആൻ എല്ലാ വിജ്ഞാനത്തിലേക്കുമുള്ള കവാടമാണ്. എന്നിട്ട് നിങ്ങൾ ഭൗതികമായ ജ്ഞാനങ്ങളിൽ വ്യാപൃതരാവുക, അതിൽ നിങ്ങൾ മുങ്ങിത്തുടിക്കുക, അതിൽ നിന്നുള്ള എല്ലാ വിജ്ഞാനവും നിങ്ങൾ ആർജിക്കുക. ആർജിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും വിശുദ്ധ ഖുർആനെ സമീപിക്കാം. അങ്ങനെ നിങ്ങൾ സമീപിക്കുമെന്നുവെങ്കിൽ ഖുർആൻ എല്ലാ വിജ്ഞാനീയങ്ങളുടെയും ഉപസംഹാരമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സകല വിജ്ഞാനങ്ങളുടെയും ആമുഖമാണ് ഖുർആൻ, സകല വിജ്ഞാനങ്ങളുടെയും ഉപസംഹാരമാണ് ഖുർആൻ. വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ഗ്രന്ഥശാല ശാസ്ത്രങ്ങളുടെ കള്ളിക്കോളങ്ങളിൽ ഒതുങ്ങുന്നില്ല. നിങ്ങൾ ഒരു വലിയ ലൈബ്രറിയിലേക്ക് കടന്നു ചെല്ലുക. വ്യത്യസ്ത ശാസ്ത്രശാഖകൾ വ്യത്യസ്ത അലമാരകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ഒരു ലൈബ്രറിയിലേക്ക് കടന്നു ചെല്ലുക. നിങ്ങളുടെ കയ്യിൽ ഒരു ഖുർആൻ ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ആദ്യത്തെ യാത്രയിൽ, ആദ്യത്തെ ഒരു സഞ്ചാരത്തിൽ ഒരു അലമാരയിലും വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വെക്കാൻ കഴിയുകയില്ല. അവിടെ അർത്ഥശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, അവിടെ മനഃശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, അവിടെ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്, അവിടെ സമ്പദ് ശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും ഗ്രന്ഥങ്ങളുണ്ട്, അവിടെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ, രസതന്ത്രത്തിൻ്റെ, ഊർജതന്ത്രത്തിൻ്റെ, ജീവശാസ്ത്രത്തിൻ്റെ അലമാരകളുണ്ട്. ഓരോ അലമാരക്ക് മുന്നിലും ഖുർആനിൻ്റെ കോപ്പിയുമായി നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ലൈബ്രറിയിൽ, ഈ അലമാറയിൽ ഇതൊതുങ്ങില്ല. കാരണം ഇത് കേവലമായ അർത്ഥശാസ്ത്ര ഗ്രന്ഥമല്ല, ഇത് കേവലമായ നരവംശാസ്ത്ര ഗ്രന്ഥമല്ല, ഇത് കേവലമായ ഊർജതന്ത്രമല്ല, ഇത് കേവലമായ രസതന്ത്രമല്ല, ഇത് കേവലമായ ജീവശാസ്ത്ര ഗ്രന്ഥമല്ല, ഇത് കേവലമായ സംസ്കാരശാസ്ത്ര ഗ്രന്ഥമല്ല, നാഗരികതയുടെ ഗ്രന്ഥമല്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു അലമാറയിലും ഇത് വെക്കാൻ കഴിയാതെ നിങ്ങൾ വന്നയിടത്തേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നീട് നിങ്ങൾ ഒരു യാത്ര കൂടി നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ ഗ്രന്ഥം ഓരോ അലമാറയിലേക്കും ഫിറ്റ് ചെയ്യാം. കാരണം ഇതൊരു മനഃശാസ്ത്ര ഗ്രന്ഥമാണ്, ഇതൊരു അർത്ഥശാസ്ത്ര ഗ്രന്ഥമാണ്, ഇതൊരു സാമൂഹ്യശാസ്ത്ര ഗ്രന്ഥമാണ്, ഇതൊരു രാഷ്ട്രമീമാംസാ ഗ്രന്ഥമാണ്, ഇത് ഒരു ചരിത്രശാസ്ത്ര ഗ്രന്ഥമാണ്, ഇതൊരു നരവംശാസ്ത്ര ഗ്രന്ഥമാണ്, ഇത് ഒരു ഊർജശാസ്ത്ര ഗ്രന്ഥമാണ്, ഇത് ഒരു രസതന്ത്രമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ലൈബ്രറിയുടെ ഗ്രന്ഥശാല ശാസ്ത്രങ്ങൾക്ക് ഒതുങ്ങാത്ത, എല്ലാറ്റിനെയും കവർ ചെയ്തു നിൽക്കുന്ന ഒരു വലിയ ഗ്രന്ഥമായി നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അനുഭവപ്പെടുന്നതാണ്. നിങ്ങൾ ഏത് വിജ്ഞാനം സ്വീകരിക്കുന്നവരാകട്ടെ, ആ വിജ്ഞാനം സ്വീകരിക്കുന്ന ആളുകൾക്ക് കാഴ്ചപ്പാടിൻ്റെതായ, സത്യാസത്യ വിവേചനത്തിൻ്റെതായ ഒരു വലിയ പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ തുറന്നു കിട്ടുന്നതോടുകൂടി തുറന്നു കിട്ടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫുർഖാൻ എന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരാശയമാണ്. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യത്തെയും അസത്യത്തെയും വിവേചിക്കുവാനുള്ള കഴിവ് എന്നാണ് ഫുർഖാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ഫുർഖാൻ മനസ്സിലാക്കുന്നുവെന്ന് കരുതുക, നിങ്ങളുടെ ഹൃദയത്തിൽ അത് സ്വാംശീകരിക്കുന്നു എന്ന് കരുതുക, എങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഫുർഖാൻ ആയി മാറുന്നതാണ്.
പലപ്പോഴും പത്രത്തിൻ്റെ എഡിറ്റോറിയലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മാതൃഭൂമി പത്രത്തിൽ 7 പേർ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് എഡിറ്റോറിയൽ തയ്യാറാക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്തിട്ട് അതിൽ നിന്നൊരാശയം ഉരുത്തിരിച്ചെടുത്തുകൊണ്ട് തയ്യാറാക്കുന്നതിനുള്ള സംവിധാനം മാതൃഭൂമിയിലുണ്ട്. എന്നാൽ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ വൈകുന്നേരങ്ങളിൽ 1/4 മണിക്കൂർ കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ ഒരു വ്യക്തി എഴുതുന്ന എഡിറ്റോറിയലാണ്. പക്ഷേ തീക്ഷ്ണത കൊണ്ടും സത്യത്തെ സത്യമായും അസത്യത്തെ അസത്യമായും വേർതിരിക്കുന്ന വിഷയത്തിലും എത്രത്തോളം ശക്തമാണ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയാണ് മാധ്യമത്തിന് ഈ ശക്തി കിട്ടിയത്? മാധ്യമത്തിന് ആ ശക്തി കിട്ടിയത് ഫുർഖാൻ ഈ എഡിറ്റോറിയൽ എഴുതുന്ന ആളുകളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു വിഷയത്തെ കാണുന്ന മാത്രയിൽ അതിൽ ധർമ്മമേതെന്നും അധർമ്മമേതെന്നും സത്യമേതെന്നും അസത്യമേതെന്നും പിന്തുണക്കേണ്ടതേതെന്നും തള്ളിക്കളയേണ്ടതേതെന്നും മനസ്സിലാക്കുവാനുള്ള ഒരു വിവേചന ബോധം വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്ന ആരും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പലപ്പോഴും മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലിൻ്റെ ശക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫുർഖാൻ എന്നത് മനോഹരമായ ഒരാശയം